കോതമംഗലത്ത് TTC വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത കേസിൽ ഒന്നാം പ്രതിയായ റമീസിന്റെ മാതാപിതാക്കളും അറസ്റ്റിലായി. തമിഴ്നാട്ടിലെ സേലത്ത് നിന്നാണ് ഇവരെ പിടികൂടിയത്. റമീസിന്റെ സുഹൃത്ത് സഹദിന്റെ അറസ്റ്റും പോലീസ് ഇന്ന് രേഖപ്പെടുത്തി. കോതമംഗലത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ചേർക്കപ്പെട്ട എല്ലാ പ്രതികളും ഇതോടെ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഒന്നാം പ്രതി റമീസിന്റെ മാതാപിതാക്കളെയാണ് സേലത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്യും. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്ക് മേളിൽ ചുമത്തിയിരിക്കുന്നത്. ഇനി കൂടുതൽ വകുപ്പുകൾ ചുമത്തണമോ എന്ന കാര്യത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. അക്കാര്യം ഡിവൈഎസ്പി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഈ ഒന്നാം പ്രതിയുടെ മാതാപിതാക്കളും അതുപോലെ അവനെ സഹായിച്ചെന്ന ലെറ്ററിൽ പറയുന്ന ആളെയും കസ്റ്റഡിയിലെടുത്ത് അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ആത്മഹത്യാ പ്രേരണയാണ് നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മൾ ചാർജ് ചെയ്തേക്കുന്നത്. കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് ബാക്കി നടപടി. ഇതോടൊപ്പം തന്നെ ഈ കേസിലെ നാലാം പ്രതിയായ റമീസിന്റെ സുഹൃത്ത് സഹദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സഹദിനെ സഹോദരിയുടെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് അറസ്റ്റ് ചെയ്തത്. റമീസ് ഈ പെൺകുട്ടിയെ മർദ്ദിക്കുന്ന സമയത്ത് ആ മുറിയിൽ സഹദ് ഉണ്ടായിരുന്നു. പക്ഷേ ഇയാൾ അക്രമ പ്രവൃത്തി തടയാനോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സംരക്ഷിക്കാനോ ശ്രമിച്ചില്ല എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിക്കും അല്ലെങ്കിൽ സഹദിനും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും 4 പ്രതികളെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഈ കേസിൽ നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളിൽ കൂടി പോലീസ് എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്.